السلام عليكم ورحمة الله. أيها الأحبة، في الجلسة السابقة فهمنا بعض الآيات من القرآن الكريم، وفي هذه الجلسة نريد أن ندرس الأحاديث النبوية الواردة في كتابنا صفحة رقم 49. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും വചനങ്ങളുടെ അർത്ഥമാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 49-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഏതാനും പ്രവാചക വചനങ്ങളാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, അൻ അബി ഹുറൈറ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ അസ്സ വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, മാ നഖസത്ത് ചുരുക്കുന്നില്ല, നഖസ ചുരുക്കി, സദഖത്തുൻ ദാനധർമ്മം, മാ നഖസത്ത് സദഖത്തുൻ ദാനധർമ്മം ചുരുക്കുന്നില്ല, മിമ്മാലിൻ സമ്പത്തിന്. മാ നഖസത്ത് സദഖത്തുൻ മിമ്മാലിൻ, ദാനധർമ്മങ്ങൾ സമ്പത്തിനെ ചുരുക്കുന്നില്ല. അഥവാ ദാനധർമ്മം നൽകി എന്ന കാരണത്താൽ സമ്പത്ത് ചുരുങ്ങിപ്പോകുന്നില്ല, അതിൽ അവന് അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സാരം. അതുപോലെ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ അസ്സൻ, അഫ്വ് വിട്ടുവീഴ്ച. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ, വിട്ടുവീഴ്ച നിമിത്തം ഒരടിമക്കും അള്ളാഹു വർദ്ധിപ്പിക്കുന്നില്ല, ഇല്ലാ അസ്സൻ പ്രതാപത്തെയല്ലാതെ, മഹത്വത്തെയല്ലാതെ. ഇസ്സത്ത്, മഹത്വം, പ്രതാപം എന്നൊക്കെ. ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി ഉയരുകയാണ് ചെയ്യുന്നത്. വമാ സാദല്ലാഹു, അള്ളാഹു വർദ്ധിപ്പിക്കുന്നില്ല, അബ്ദൻ ഒരടിമക്കും, ബിഅഫ്വിൻ അവൻ്റെ വിട്ടുവീഴ്ച കൊണ്ട്, ഇല്ലാ അസ്സൻ അവൻ്റെ പ്രതാപത്തെയല്ലാതെ. അതുപോലെ വമാ തവാല അഹദുൻ ലില്ലാ, ഒരാളും വിനയം കാണിക്കുന്നില്ല, തവാലു വിനയം, ഇല്ലാ റഫഅഹുല്ലാഹ് അള്ളാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ. ആര് നാം വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പദവി, മഹത്വം ഉയർത്തും. ഒമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അടുത്തത്, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ അലൽ മിമ്പർ, അദ്ദേഹം പ്രസംഗപീഠത്തിലായിരുന്നു, മിമ്പറിലായിരുന്നു, അഥവാ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തവാലഉ, നിങ്ങൾ വിനയം കാണിക്കുക, നിങ്ങൾ വിനയാന്വിതരാകുക. ഫൈനി സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത്? മൻ തവാലഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ആരെങ്കിലും വിനയം കാണിച്ചാൽ റഫഅഹുല്ലാഹ് അള്ളാഹു അവനെ ഉയർത്തുന്നു. വഹുവ ഫീ നഫ്സിഹി സഗീറുൻ, ഈ വിനയം കാണിക്കുന്ന ആൾ തൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ച് അവന് വളരെ ചെറിയവനായിരിക്കും, ഞാൻ വളരെ പാവമാണ്, എളിയവനാണ് എന്ന ഒരു എളിമ ബോധമായിരിക്കും അവനെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ഉണ്ടാകുക. എന്നാൽ വഫി അയ്യുനിന്നാസി, എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ അയാൾ ആരാണ്? അലീമുൻ, ഉന്നതനാണെന്ന്. തന്നെക്കുറിച്ച് അദ്ദേഹം താൻ എളിയവനാണ് എന്ന തോന്നലാണ് ഉണ്ടാകുക. എന്നാൽ വഫി അയ്യുനിന്നാസി അലീമുൻ, ജനങ്ങളുടെ കണ്ണിൽ, അയ്യുനിന്നാസ് ജനങ്ങളുടെ കണ്ണിൽ അയാൾ അലീമുൻ, മഹാനാണ്, ഉന്നതനാണ്. അവിടെ നേരത്തെ പറഞ്ഞ അർത്ഥം കൂടി ശ്രദ്ധിക്കുക. അതാ അള്ളാഹു പ്രവാചകൻ പറഞ്ഞു, മൻ തവാലഅ ലില്ലാഹ്, ആരെങ്കിലും വിനയം കാണിച്ചാൽ, ഞാൻ എളിയവനാണ് എന്ന ആ വിനയത്തോടു കൂടി ഒരാൾ പെരുമാറിയാൽ റഫഅഹുല്ലാഹ് അള്ളാഹു അവനെ ഉയർത്തും. അത്തരം ആളുകൾ മനുഷ്യരുടെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിൽ വളരെ ഉന്നതനായിരിക്കും, മഹത്വമുള്ളവനായിരിക്കും. അടുത്തത്, വമൻ തകബ്ബറ, ആരെങ്കിലും അഹങ്കരിച്ചാൽ, വദഅഹുല്ലാഹു അസ്സ വജൽ അള്ളാഹു അവനെ താഴ്ത്തിക്കളയും. ആരെങ്കിലും പൊങ്ങച്ചം നടിച്ചാൽ, ഞാൻ വലിയവനാണ് എന്നൊരു തോന്നലുണ്ടായാൽ
വലാഹുല്ലാ, അള്ളാഹു അവനെ താഴ്ത്തിക്കളയും. ഫഹുവ ഫീ അയ്യുനിന്നാസി സഗീറുൻ, ഈ അഹങ്കരിക്കുന്നവൻ, പൊങ്ങച്ചം കാണിക്കുന്നവൻ, ഞാൻ വലിയവനാണ് എന്ന് നടിക്കുന്നവൻ ജനങ്ങളുടെ കണ്ണിൽ അവൻ നിസ്സാരനാണ്. ജനങ്ങളുടെ മനസ്സിൽ അവനൊരു സ്ഥാനവും ഉണ്ടാകില്ല. വഫീ നഫ്സിഹി കബീറുൻ, എന്നാലോ അവൻ തന്നെക്കുറിച്ച് കബീറുൻ, ഞാൻ വലിയവനാണ് എന്ന തോന്നലാണ് ഉണ്ടാവുക. തന്നെക്കുറിച്ച് അവന് ഞാൻ വലിയവനാണെന്നുള്ള തോന്നലുണ്ടാകും അഹങ്കരിക്കുന്നവർക്ക്, അഹങ്കാരികൾക്ക്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അവൻ വളരെ നിസ്സാരനായിരിക്കും. ഹത്ത ഏതു എരൽ ഹത്ത ലഹുവ അഹ്വനു അലൈഹിം, ജനങ്ങളുടെ അടുക്കൽ ഈ അഹങ്കാരിയായ മനുഷ്യൻ ഏറ്റവും നിസ്സാരനായിരിക്കും. മിൻ കെൽബിൻ ഔ ഖൻസീരിൻ, നായയേക്കാളും പന്നിയേക്കാളും. അപ്പോൾ ഇത്തരം നികൃഷ്ട ജീവികളെക്കാൾ വളരെ മോശമാണ് മനുഷ്യരുടെ മനസ്സിൽ, ആളുകളുടെ മനസ്സിൽ ഈ അഹങ്കാരികളായ മനുഷ്യന്. രണ്ട് സ്വഭാവങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത്. ഒന്ന് വിനയം കാണിക്കുന്ന മനുഷ്യൻ, തവാദു കാണിക്കുന്ന, വിനയം കാണിക്കുന്ന മനുഷ്യൻ, അവൻ തന്നെക്കുറിച്ച് ഞാൻ എളിയവനാണ് എന്ന ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് എങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ അവൻ ഉന്നതനാണ്. അഹങ്കാരിയായ മനുഷ്യൻ്റെ മനസ്സിൽ എന്താ തോന്നുക? ഞാൻ വലിയവനാണ് എന്നുള്ള തോന്നല. പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ അവൻ വളരെ നിസ്സാരനുമാണ്. ഇതാണ് ഈ രണ്ട് ഹദീസിൻ്റെയും സാരം. അടുത്തത് സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു ആപ്തവാക്യമാണ്. സയ്യിദുൽ ഖൗം, സയ്യിദ് നേതാവ്, ഖൗം ജനത. സയ്യിദുൽ ഖൗം ജനനേതാവ് എന്നത് ജനനേതാവ്, ഖാദിമുഹും അവരുടെ സേവകനായിരിക്കും. നേതാക്കൾ സേവകരായിരിക്കും എന്ന് സാരം. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. അടുത്ത ആപ്തവാക്യം അലിൻ ജാനിബക ലി ഖൗമിക യുഹിബ്ബുക, നിൻ്റെ അരികിലുള്ള ആളുകളോട് നീ സൗമ്യമായി പെരുമാറുക. അലിൻ ജാനിബക ലി ഖൗമിക യുഹിബ്ബുക, അങ്ങനെ നിൻ്റെ അടുത്തുള്ള ആളുകളോട്, നീയുമായി സഹവസിക്കുന്ന ആളുകളോട് നീ വളരെ വിനയത്തോടു കൂടി സൗമ്യമായി പെരുമാറിയാൽ യുഹിബ്ബുക, അവർ നിന്നെ സ്നേഹിക്കും, അവർ നിന്നെ ഇഷ്ടപ്പെടും. വതവാള ലഹും, നീ അവരോട് വിനയം കാണിക്കുക. യർഫഉക, എങ്കിൽ അവർ നിന്നെ ഉയർത്തും. അലിൻ ജാനിബക ലി ഖൗമിക യുഹിബ്ബുക, നിൻ്റെ അടുത്തുള്ളവരോട്, നീയുമായി ബന്ധപ്പെട്ടവരോട് നീ സൗമ്യമായി പെരുമാറുക. യുഹിബ്ബുക, എങ്കിൽ അവർ നിന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. വതവാള ലഹും യർഫഉക, അവരോട് വിനയം കാണിക്കുക, ആളുകളോട് വിനയം കാണിക്കുക, എങ്കിൽ ആളുകൾ നിന്നെ മഹത്വപ്പെടുത്തും, നിന്നെ ഉയർത്തും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഖുർആൻ വചനങ്ങളും അതുപോലെ തന്നെ ഈ പാഠത്തിൽ വന്ന പ്രവാചക വചനങ്ങളും ഈ ആപ്തവാക്യങ്ങളുമൊക്കെ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന കുറേ നല്ല ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് നഖ്റഉൽ ആയാത്തി വൽ അഹാദീസ വൽ ഹികമ വനുഇദ്ദു കശ്ഫൻ ലിൽ അഖ്ലാഖിൽ മഹ്മൂദ വൽ അഖ്ലാഖിൽ മദ്മൂമ അൽ വാരിദ ഫീഹ. മുകളിൽ കൊടുത്ത ആ പാഠഭാഗങ്ങൾ വായിച്ച് അതിൽ വന്നിരിക്കുന്ന സൽ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളും, നല്ല ശീലങ്ങളും അതുപോലെ തന്നെ ചീത്ത സ്വഭാവങ്ങളും ഏതാണെന്ന് പട്ടികപ്പെടുത്താനാണ്. അവിടെ രണ്ട് പട്ടിക കൊടുക്കുന്നുണ്ട്. അൽ അഖ്ലാഖുൽ മഹ്മൂദ, സൽ സ്വഭാവങ്ങൾ അഥവാ അൽ അഖ്ലാഖുൽ ഹസന. അടുത്തത് അൽ അഖ്ലാഖുൽ മദ്മൂമ, ചീത്ത സ്വഭാവങ്ങൾ, ആക്ഷേപാർഹമായ സ്വഭാവങ്ങൾ. അൽ അഖ്ലാഖുൽ അസ്സയ്യിഅ, ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി എഴുതാനാണ്. സൽസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച് തവാദു, വിനയം അല്ലേ, അതുപോലെ തന്നെ അഫ്വ്, വിട്ടുവീഴ്ച എന്നൊക്കെ തോക്കട്ടെ. ഇവിടെ അൽ അഖ്ലാഖു സയ്യിഅയിൽ ഏതൊക്കെ എഴുതാൻ പറ്റും? കിബർ പോലെയുള്ള സ്വഭാവങ്ങൾ, കദിബ് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൽസ്വഭാവങ്ങളുടെയും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളുടെയും ഓരോ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.